വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ. അതിനായി കുറച്ച് ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ്, വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ മൂടിയിട്ട് 3 വിസിൽ അടുപ്പിക്കാം. നമുക്ക് ചിക്കനെല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടണം. 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി പ്രഷർ പോണ വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം എടുത്ത് കലക്കി വെക്കാം. അതേപോലെ തന്നെ ഒരു മുട്ടയും പൊട്ടിച്ച് കലക്കി വെക്കാം. ഇപ്പോൾ ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിലത്തെ ചിക്കനും ഇഞ്ചിയും മാത്രം വെളിയിലെടുത്ത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഈ ചിക്കൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കൈകൊണ്ട് തന്നെ പിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. നിങ്ങൾക്ക് ഇഞ്ചി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് ചെറിയ കഷ്ണങ്ങളായിട്ട് അതിലേക്ക് ഇട്ടാൽ മതി. എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിത് വലിയ കഷ്ണമായിട്ട് തന്നെ ഇട്ടത്. ഇനി ഇതെല്ലാം വീണ്ടും കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എരിവിനനുസരിച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കലക്കി വെച്ചിരിക്കുന്ന ഒരു മുട്ട ഇതുപോലെ തിളയ്ക്കുന്ന സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കോൺഫ്ലവർ കലക്കി വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. അവസാനം മല്ലിത്തലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായി. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈസി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളും ചിക്കനൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ മാറ്റി വെച്ച് ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കൊടുത്താൽ അവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.